നിങ്ങൾ കേൾക്കുന്നത് ആചാര്യനായ ചാണക്യനെഴുതിയ ചാണക്യനീതി. പരിഭാഷ വിശാലം ഹരി പുത്തൂർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ 2021. ആചാര്യ വിഷ്ണുഗുപ്തൻ വഴി രചിച്ച ചാണക്യനീതിയുടെ മുഖ്യ ഉദ്ദേശം മാനവരാശിക്ക് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിനും വ്യാവഹാരികമായ അറിവ് നൽകുകയെന്നതാണ്. ഇതിൽ മുഖ്യരൂപത്തിൽ ധർമ്മം, സംസ്കൃതി, ന്യായം, ശാന്തി, സുശിക്ഷ എന്നിവയ്ക്കു പുറമെ മാനവജീവിതത്തിന്റെ ഉന്നതിക്കു വേണ്ട കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ആചാര്യനായ ചാണക്യന്റെ നീതിശാസ്ത്രമെന്ന ഈ മഹത്വപൂർണമായ ഗ്രന്ഥത്തിൽ ജീവിത സിദ്ധാന്തം, ജീവിതരീതി, ആദർശം, യാഥാർത്ഥ്യമെന്നിവയുടെ വലിയതും സുന്ദരവുമായ സമന്വയം കാണാനാകുന്നു. ജീവിതനീതിരീതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ അത്ഭുതവും വ്യാവഹാരികവുമായ മറ്റെവിടെയും ദുർലഭമായ ചിത്രണം ഇവിടെ ലഭിക്കുന്നു. അതിനാൽ ഈ ഗ്രന്ഥം ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടു. ചാണക്യൻ ഒരു ചെറിയ പരിചയം. പ്രാചീന ഭാരത ഇതിഹാസത്തിൽ ആചാര്യനായ വിഷ്ണുഗുപ്ത ചാണക്യൻ തന്റെ ഗുണങ്ങളാൽ സമ്പൂർണവും രാജനീതിയിൽ വിശാരദനും ആചാരവിചാരങ്ങളിൽ അതിസമർത്ഥനും കൂട്ടനീതിയിൽ സിദ്ധുഹസ്തനും പ്രാവീണ്യത്തിൽ കീർത്തിമാനുമായിരുന്നു. അദ്ദേഹം നന്ദവംശത്തെ സമൂലം നഷ്ടമാക്കി ആ സ്ഥാനത്ത് യോഗ്യനും വീരശിഷ്യന്മാരിൽ മേധാവിയുമായ ചന്ദ്രഗുപ്ത മൗര്യനെ ശാസകപദത്തിൽ സിംഹാസനാരൂഢനാക്കുക വഴി തന്റെ വിലക്ഷണ പരിചയം നൽകുകയും അത് സമസ്തലോകത്തിന് പരിചിതമാകുകയും ചെയ്തു. മൗര്യവംശത്തിന്റെ സ്ഥാപനാചാര്യനായ ചാണക്യന്റെ ഒരു മഹത്തായ ഉപലബ്ധിയായിരുന്നു. അക്കാലത്ത് മൗര്യകാലത്തിന്റെ പ്രഥമസിംഹാസനാരൂഢനായ ചന്ദ്രഗുപ്ത മൗര്യൻ ശാസകനായിരുന്നു. ചാണക്യൻ രാജനീതിയുടെ ഗുരുവുമായിരുന്നു. ഇന്നും കുശലരാജനീതിയിൽ വിശാരദയിൽ ചാണക്യന്റെ സംജ്ഞ നൽകിവരുന്നു. ചാണക്യൻ സംഘടിതവും സമ്പൂർണവുമായ ആര്യാവർത്തനം സ്വപ്നം കാണുകയും അതിനായി സഫലപ്രയത്നവും ചെയ്തു. വളരെ അസാധാരണവും അത്ഭുതവും കൗശലവുമുള്ള രാജനീതിജ്ഞനായിരുന്ന ചാണക്യൻ മഗധദേശത്തെ നന്ദരാജാക്കന്മാരുടെ രാജഭരണത്തിന്റെ സർവനാശം ചെയ്ത് മൗര്യരാജ്യം സ്ഥാപിക്കുകയുണ്ടായി. ചാണക്യന്റെ ചെറുപ്പത്തിലെ പേര് വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു. ചണക് എന്നു പേരുള്ള ആചാര്യന്റെ പുത്രനായതിനാൽ അദ്ദേഹത്തിന്റെ പേര് ചാണക്യനെന്നറിയപ്പെട്ടു. അത്യന്തം കുശലബുദ്ധിയുള്ളതിനാൽ അദ്ദേഹം ചാണക്യനെന്നറിയപ്പെട്ടുവെന്നും ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. പ്രജകൾ അവരുടെ ഭൂമി, സമ്പത്ത് എന്നിവയുടെ അധികാരത്തിന്മേൽ കരം കൊടുത്ത് വഞ്ചിതരാകാതെയും അവരെ ദീർഘമായ പദ്ധതികളുടെ പേര് പറഞ്ഞ് നികുതിയുടെ ഭാരം ചുമത്തി ആക്രമിക്കാതെയുമുള്ള പദ്ധതികളുള്ളതാണ് ആദർശപരമായ ഭരണവ്യവസ്ഥകൾ. രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണ പദ്ധതികൾ ഔദ്യോഗികമായ ചിലവുകൾ കുറച്ച് നടത്തേണ്ടതാണ്. രാജാവിന് സ്വീകരിക്കാവുന്ന വിഹിതം കൊടുത്ത് ബാക്കിയുള്ള പ്രജകളുടെ അംശങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ദീർഘമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് പ്രജകളെ ദ്രോഹിക്കലാണ്. ചാണക്യന്റെ സാഹിത്യം സമുദായത്തിൽ സമാധാനം, നീതി, വിദ്യാഭ്യാസം, സർവ്വതോന്മുഖമായ പുരോഗതി എന്നിവ അഭ്യസിപ്പിക്കുന്ന അറിവിന്റെ കലവറയാണ്. മനുഷ്യ സമുദായത്തെ രാഷ്ട്രനിയന്ത്രണം, നിർവഹണം, സുരക്ഷ എന്നീ 3 ജോലികൾ പഠിപ്പിക്കുകയാണ് രാഷ്ട്രതന്ത്രപരമായ അഭ്യസനത്തിന്റെ കർമ്മം. ചാണക്യന്റെ അറിവിനോട് അനാദരവ് കാണിച്ച് സ്വദേശികളും വിദേശികളുമായ ശത്രുക്കളെ ആക്രമണത്തിന് ക്ഷണിച്ചുവരുത്തി തങ്ങളുടെ ശത്രുക്കൾക്ക് നിരുപാധികം ഇരയാവാനുള്ള അധാർമിക ശിക്ഷ സ്വാംശീകരിച്ചു എന്നതാണ് ഭാരതത്തിന്റെ ദൗർഭാഗ്യം. സന്മാർഷികവും യോഗ്യവുമായ വിദ്യാഭ്യാസം കുറവായിരിക്കുന്നു. സ്വഭാവരൂപീകരണത്തെ പുറംതള്ളിയിരിക്കുന്നു. ഗുമസ്ഥരെ മാത്രം സൃഷ്ടിക്കുന്ന തത്വരഹിതമായ അഷ്ടിപൂജയ്ക്കുള്ളത് മാത്രമായിരിക്കുന്നു വിദ്യാഭ്യാസം. സമുദായം പതുക്കെ പതുക്കെ അധാർമികമായ രൂപമെടുത്തു തുടങ്ങിയിരിക്കുന്നു. ധനം, ദാസ്യം, ബഹുമാനം, സ്വാഭിമാനം എന്നിവയോട് അനാദരവ് കാണിക്കുന്നു. ആത്മാഭിമാനത്തിന്റെ ശവഘോഷയാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്വാർത്ഥപൂർണവും അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ മുങ്ങിയതുമായ രാഷ്ട്രനീതിയുടെ ചുറ്റുപാടിൽ ചാണക്യന്റെ ജ്ഞാനാമൃതത്തിനു മാത്രമാണ് ഭാരതത്തിന് മാർഗദർശിയാകുന്നതിനുള്ള കഴിവുള്ളത്. അതിനു മാത്രമാണ് നമുക്ക് രാഷ്ട്രതന്ത്രപരവും സാമുദായികവും ആധ്യാത്മികവുമായ മോക്ഷമാർഗം കാണിച്ചുതരാൻ കഴിയുന്നത്. Sample complete. Ready to continue?